കേരളത്തിൽ സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് വി ഡി സതീശനല്ല, രമേശ് ചെന്നിത്തലയല്ല, കെ മുരളീധരനോ കെ സുധാകരനോ പോലുമല്ല, മറിച്ച് ഷാഫി പറമ്പിൽ എം പിയാണ്. ഷാഫി പറമ്പിലിനോട് ഈ അടുത്ത കാലം വരെ സി പി എമ്മുകാർക്ക് അത്ര വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ശത്രുതയും ഉണ്ടായിരുന്നില്ല. കേരള സംസ്ഥാനത്തെ 140 MLA-മാരിൽ ഒരാൾ മാത്രമായിരുന്ന കാലത്ത് സി പി എമ്മിന് പ്രത്യേകിച്ച് ഇദ്ദേഹത്തോട്, ഈ ചെറുപ്പക്കാരനോട് എന്തെങ്കിലും ഒരു വിദ്വേഷത്തിനോ പകയ്ക്കോ കാരണമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആലുവ MLA അൻവർ സാദത്തും ഷാഫി പറമ്പിലും ഏതാണ്ട് ഒരേ സമയത്താണ് കേരള നിയമസഭയിലെ അംഗങ്ങളായിട്ട് വന്നത്. അൻവർ സാദത്തിനോട് അന്നും ഇന്നും സി പി എംകാർക്ക് പ്രത്യേകിച്ച് പകയോ വിദ്വേഷമൊന്നുമില്ല. ഒരു കോൺഗ്രസ്സുകാരൻ, ആലുവ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്, അവിടുന്ന് ജയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അദ്ദേഹത്തിന് അവരൊരിക്കലും കൽപ്പിച്ചിട്ടില്ല, ഇപ്പോഴും കൽപ്പിക്കുന്നില്ല. ഷാഫിയുടെ സ്ഥിതി ഇത് തന്നെയായിരുന്നു. പക്ഷേ പാർലമെൻറ്റിലേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ, അതും സി പി എമ്മിൻ്റെ കോട്ടയായ കേരളത്തിലെ ഏറ്റവും അധികം സി പി എംകാരുള്ള വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്ന് മത്സരിച്ചപ്പോൾ സി പി എംകാർക്ക് അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത അസഹിഷ്ണുതയായി. ഇദ്ദേഹത്തെ കാണുന്നത് അവർക്ക് ചതുർത്ഥിയായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാഫർ സ്ക്രീൻഷോട്ടും മറ്റുമൊക്കെ പ്രചരിപ്പിച്ച് ഇവർ വലിയ സാമുദായിക വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. സാമുദായിക വികാരം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് രണ്ട് രീതിയിലും ഉണ്ടായി. ഹിന്ദു വികാരം ഉണ്ടായി, മുസ്ലിം വികാരം ഉണ്ടായി, രണ്ടും ഷാഫിക്ക് ഗുണമായിട്ടാണ് മാറിയത്. അങ്ങനെയാണ് ശൈലജ ടീച്ചറെ വലിയ വ്യത്യാസത്തിൽ ഷാഫി വടകരയിൽ തോൽപ്പിച്ചത്. ശൈലജ ടീച്ചറെ മാത്രമല്ല തോൽപ്പിച്ചത്, സി പി എമ്മിലെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ വടകരയിൽ ക്യാമ്പ് ചെയ്ത് ഷാഫിക്കെതിരായിട്ട് പ്രചരണവും പല ദുരാരോപണങ്ങളും ഉന്നയിച്ചു. അതിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഡബിൾ എ റഹീമിൻ്റെ കാര്യമാണ്. ഡബിൾ എ റഹീം അവിടെ വന്നിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ഷാഫിയാണെന്ന് പ്രഖ്യാപിച്ചു. അതൊക്കെ കേട്ട് അവിടുത്തെ കുറച്ച് DYFIക്കാർ കൈയടിച്ചു എന്നല്ലാണ്ട് ഈ കൈയടിച്ച DYFIക്കാർ ഒരു വോട്ട് ചെയ്തപ്പോൾ ഷാഫിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നടത്തിയ ഭയങ്കരമായ നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ടാണ് ഷാഫി ജയിച്ചതും ഷാഫിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ഈർഷ്യ, അദ്ദേഹത്തോടുള്ള അസഹിഷ്ണുത ഇവർക്ക് മൂർച്ഛിച്ചു. അത് പിന്നീട് പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായപ്പോഴും ഷാഫിയെ ഒറ്റതിരിച്ച് ആക്രമിക്കാനാണ് സി പി എംകാർ ശ്രമിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഷാഫി എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു വലിയ ഭീഷണിയാണ്. താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു നേതാവ്, ഇതുവരെ ഒരു ആരോപണത്തിലും പാതറീഭൂതനാകാത്ത ഒരു മനുഷ്യൻ, ഒരു വിവാദത്തിലും പെടാത്ത ആൾ, അനാവശ്യമായ ഒരു വാക്കോ വാചകമോ പറയാത്ത ആൾ. എന്നാൽ ഇവനെ സംഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു ദുരാരോപണം ഉന്നയിച്ചത്. കാണാൻ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ അവരെ ബാംഗ്ലൂർക്ക് ക്ഷണിക്കും എന്നുള്ളതാണ്. അത് പിന്നീട് അദ്ദേഹം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയോ അതിനെന്തെങ്കിലും തെളിവോ പരാതിക്കാരെയോ ഹാജരാക്കുകയോ ചെയ്തില്ല. സി പി എംകാരുടെ ഉണ്ടയില്ലാത്ത വെടികളിൽ ഒരു വെടിയായിട്ട് അതും അവശേഷിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ കായികമായിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്തു. ആദ്യം സി പി എംകാർ പറയുന്നു ഷാഫിക്ക് തല്ലുകൊണ്ടല്ല, അത് ഷാഫി മുഖത്ത് ചുവന്ന മഷി ഒഴിച്ച് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചോര പുരണ്ട ഷർട്ട് പരിശോധനയ്ക്ക് അയച്ചാൽ മതിയല്ലോ, മഷിയാണോ രക്തമാണോ എന്ന് അറിയാനായിട്ട് ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന പ്രവർത്തകൻ്റെ മൂക്ക് മുറിഞ്ഞപ്പോൾ ഷാഫി ചോരയെടുത്ത് സ്വന്തം മേത്ത് തേച്ചാണെന്ന് പറയാം. പണ്ട് ശിവദാസ് മേനോന് തല്ലിയിട്ടിപ്പോൾ സഖാബി NN കൃഷ്ണദാസ് ആ രക്തമെടുത്ത് സ്വന്തം ആ ഷർട്ടിൽ തേച്ച പോലെ. അത് ഇപ്പോൾ ഇവരുടെ വെല്ലുവിളി മറ്റൊന്നായി. ഷാഫിക്ക് മർദ്ദനമേൽക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തു വിടാമോ? ആ ദൃശ്യം പുറത്തു വന്നപ്പോൾ അവർക്ക് അതിനും മറുപടിയായി. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല, വേറൊരു വലിയ ലോ പോയിൻ്റ് ഉന്നയിച്ചു. അതെന്ന് വെച്ചാൽ ഒരാളുടെ മൂക്കിന് സർജറി നടത്തണമെങ്കിൽ അതിനു മുമ്പായിട്ട് മീശയും താടിയും പഠിക്കണം എന്നാണ് മാർക്സിസ്റ്റുകാരുടെ മെഡിക്കൽ ജൂറിസ്പ്രുഡൻസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ആവശ്യമില്ല എന്ന് ENT സർജന്മാർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഗ്യാസ് പോയി. അപ്പോഴൊക്കെ പറഞ്ഞത് ഏതോ യൂത്ത് കോൺഗ്രസ്സുകാരൻ അടുത്ത് നിൽക്കുന്നവൻ്റെ കൈ കൊണ്ടിട്ടാണ് ഷാഫിയുടെ മൂക്ക് മുറിഞ്ഞത്, അല്ലാതെ പോലീസോ അതുമല്ലെങ്കിൽ DYFIക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ റൂറൽ SP തന്നെ വന്നിട്ട് പറഞ്ഞത് പോലീസുകാർ തല്ലിയത് തന്നെയാണ്, അല്ലാതെ മറ്റു വിധത്തിൽ മുറിവ് പറ്റിയതല്ല. ഇതൊക്കെ കഴിഞ്ഞാൽ സി പി എംകാർ തെറ്റിനിർത്താൻ തയ്യാറാണോ? അല്ല, അവരിപ്പോഴും പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഫിക്ക് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. ഇത് ചുവന്ന മഷിയാണ്, അല്ലെങ്കിൽ ചുവന്ന ചായമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ്.
ഈ രീതിയിലുള്ള ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവർ ഈ ഷാഫി പറമ്പിലിനൊരു വലിയ ദേശീയ നേതാവാക്കി വളർത്തിയെടുക്കാൻ ഉദ്ദേശമുണ്ടാവും എന്നാണ്. ഇതുപോലെ ക്ലച്ച് പിടിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു നേതാവിനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ പഴയ കാലമല്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ സഖാക്കൾ പറയുന്നത് എല്ലാവരും വിശ്വസിക്കും. ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത് സഖാക്കൾ പോലും വിശ്വസിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഏത് നുണയും 100 തവണ ദേശാഭിമാനി ആവർത്തിച്ചാൽ അത് ദേശാഭിമാനിയിലെ കമ്പോസിറ്ററും ഫോർമാനും പോലും വിശ്വസിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെയും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഷാഫിയെ ഒരു വലിയ താരമാക്കി കളയാം എന്ന് CPM-കാർ എവിടെയോ നേർച്ച നേർന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കിർമീര വധം അല്ലെങ്കിൽ നിവാദ കവച കാലകേയ വധം, ദുര്യോധന വധം എന്നൊക്കെ പറഞ്ഞ പോലെ ഷാഫി വധം ആട്ടക്കഥയുമായിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് രംഗപ്രവേശം ചെയ്തത്. എത്ര വധം നടത്തിയാലും ഇയാളെ പിടിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അപ്പോൾ ഇത് ഇത്തവണയും പണി പാളിയെന്ന് വിചാരിച്ച CPM-കാർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത ആഴ്ചയോ പിന്നത്തെ ആഴ്ചയോ പുതിയൊരു വിഷയം കിട്ടും. നമ്മൾ അതും ഇതുപോലെ തന്നെ ആവർത്തിക്കും. പൊളിറ്റിക്കൽ പോയിസൺ എന്നോ പൊളിറ്റിക്കൽ വരമെന്നോ വേറെ എന്തെങ്കിലുമോ പേരിട്ട് ഇയാളെ ആക്ഷേപിക്കാനും തേജോവധം ചെയ്യാനും കാലെടുത്തെറിയാനും ശ്രമിക്കും. അതും അവസാനം നമുക്കിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ പാഠം പഠിക്കില്ല. നമ്മൾ പുതിയ ക്യാപ്സൂളുമായി അടുത്ത ദിവസം രംഗത്ത് വരും. ഏതായാലും സംഗതി നന്നാവുന്നുണ്ട്. ഈ പണ്ട് CITU-കാർ ചെയ്ത ജോലിയാണ് ഇപ്പോൾ DYFI-കാരും SFI-കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചൂട്ട് പിടിക്കുന്ന പരിപാടിയാണ് മൂത്ത സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സംഗതി നടക്കട്ടെ. അടുത്ത എപ്പിസോഡിന് വേണ്ടി സന്തോഷപൂർവ്വം കാത്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.